ഇലക്ട്രോ കെമിസ്ട്രിയിലെ ആക്ടിവിറ്റി കോയിഫിഷ്യന്റ്, അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന 3 ചെറിയ ടോപ്പിക്കുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് അതിനകത്തുള്ള അയോൺസിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്നതാണ്. നമ്മളൊരു സൊല്യൂഷൻ വെരി ഡൈല്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ ഇലക്ട്രോലൈറ്റും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷന്റെ കണ്ടക്റ്റൻസിന് കാരണമാകും, ആ സൊല്യൂഷനിലുള്ള എല്ലാ അയോൺസും ആ സൊല്യൂഷന്റെ കണ്ടക്റ്റൻസിന് കാരണമാകും. അങ്ങനെ ഒരു സൊല്യൂഷനിലുള്ള എല്ലാ അയോൺസും അതിന്റെ കണ്ടക്റ്റൻസിന് കാരണമാവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സൊല്യൂഷനെ പറയുന്ന പേരാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ സൊല്യൂഷന്റെ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒബ്സർവ്ഡ് കോൺസെൻട്രേഷൻ, അതായത് കണ്ടക്റ്റൻസിന് കാരണമാകുന്ന അയോൺസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ കോൺസെൻട്രേഷൻ അല്ലെന്നുണ്ടെങ്കിൽ തിയററ്റിക്കൽ കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ എത്ര കോൺസെൻട്രേഷൻ ആണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ കോൺസെൻട്രേഷന് തുല്യമായിരിക്കും. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 100 അയോൺസ് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു സൊല്യൂഷൻ ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള 100 അയോൺസും കണ്ടക്റ്റൻസിന് കാരണമാകും. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ അയോൺസും കണ്ടക്റ്റൻസിന് കാരണമാകുകയാണെന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷനെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയും. ഇനി നമ്മളൊരു സൊല്യൂഷനകത്ത് 100 അയോൺസ് നമ്മൾ പ്രിപ്പയർ ചെയ്തു, അതിനകത്ത് ഏകദേശം 80 അയോൺസ് മാത്രമേ ഈ കണ്ടക്റ്റൻസിന് കാരണമാകുന്നുള്ളൂ എങ്കിൽ നമ്മൾ പറയും ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നില്ല, കാരണം അതിനകത്തുള്ള എല്ലാ അയോൺസും കണ്ടക്റ്റൻസിന് കാരണമാകുന്നില്ല. അങ്ങനെ എല്ലാ അയോൺസും കണ്ടക്റ്റൻസിന് കാരണമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഐഡിയൽ ബിഹേവിയറിൽ നിന്നും അല്പം ഡീവിയേറ്റ് ചെയ്യും. അപ്പൊ ആ ഡീവിയേഷൻ എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്ന ടൈമാണ് ആക്ടിവിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മള് ഈ ഒരു 200 മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ആണ് നമ്മൾ സൊല്യൂഷനിൽ എടുക്കുന്നതെങ്കിൽ അതാണ് ആക്ച്വൽ കോൺസെൻട്രേഷൻ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ തിയററ്റിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതിനെ എം എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. അതിനകത്ത് ഏകദേശം ഒരു 170 മോളിക്യൂൾസ് ആയിരിക്കും അല്ലെങ്കിൽ അയോൺസ് ആയിരിക്കും കണ്ടക്റ്റൻസിന് കാരണമാകുന്നത്. അതാണ് ഒബ്സർവ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒബ്സർവ് ചെയ്യുന്ന കോൺസെൻട്രേഷനെ സ്മോൾ എ എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ എണ്ണം, അതായത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ആക്ച്വൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിന്റെ എഫക്റ്റീവ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് എ ഈസ് പ്രൊപ്പോർഷണൽ ടു എം ആയിരിക്കും. എം എന്ന് പറയുന്നത് ആക്ച്വൽ അല്ലെന്നുണ്ടെങ്കിൽ തിയററ്റിക്കൽ കോൺസെൻട്രേഷൻ, എ എന്ന് പറയുന്നത് അതിന്റെ ഒബ്സർവ്ഡ് കോൺസെൻട്രേഷൻ. എ ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു എം ആയിരിക്കും. ഗാമ എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആ ഗാമയെ പറയുന്ന പേരാണ് ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് എന്ന് പറയും. ഗാമ ആക്ടിവിറ്റി കോയിഫിഷ്യന്റ്. അപ്പൊ ഗാമ എന്ന് പറയുന്നത് ഗാമ ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എം ആയിരിക്കും. ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് എ ബൈ എം ആയിരിക്കും. അപ്പൊ ഇനി ഒരു സൊല്യൂഷന്റെ നമുക്ക് ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുക്കുന്നു, അതായത് AXBY എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുക്കുന്നു. അത് സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്ത് XA പ്ലസും പ്ലസ് YB മൈനസ് അയോൺസ് ആയിട്ട് മാറും. അതായത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ അതിന്റെ സൊല്യൂഷനിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് ആയിട്ട് മാറും. അതായത് ഇതിന്റെ 1 മോൾ എടുത്തു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് AXBY എടുത്തു കഴിഞ്ഞാൽ X മോൾസ് ഓഫ് A പ്ലസും Y മോൾസ് ഓഫ് B മൈനസും ഉണ്ടാകും. അപ്പൊ ഈ സൊല്യൂഷന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിന് ഈ സൊല്യൂഷന്റെ കാറ്റയോൺസിന്റെ ആക്ടിവിറ്റിയുടെയും ആനയോൺസിന്റെ ആക്ടിവിറ്റിയുടെയും കൂടി സം ആയിരിക്കും. ദാറ്റ് ഈസ് ഈ സൊല്യൂഷന്റെ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ആക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ A is equal to ആക്ടിവിറ്റി ഓഫ് ദി കാറ്റയോൺ A പ്ലസ് റേസ് ടു X ഇൻറ്റു A മൈനസ് റേസ് ടു Y ആയിരിക്കും. അതായത് കാറ്റയോണിന്റെ ആക്ടിവിറ്റിയുടെയും ആനയോണിന്റെ ആക്ടിവിറ്റിയുടെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും സൊല്യൂഷന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കാറ്റയോണിന്റെ ആക്ടിവിറ്റി A പ്ലസ് എന്ന് പറയുന്നത് അതിന്റെ കാറ്റയോണിന്റെ ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് ഗാമ പ്ലസ് ഇൻറ്റു അതിന്റെ കോൺസെൻട്രേഷൻ M പ്ലസ് ആയിരിക്കും. അതുപോലെ തന്നെ ആനയോൺസിന്റെ ആക്ടിവിറ്റി A മൈനസ് എന്ന് പറയുന്നത് അതിന്റെ ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് ഗാമ മൈനസ് ഇൻറ്റു അതിന്റെ അയോണിക് കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് M മൈനസ് ആയിരിക്കും.
അതായത് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് എക്സ് മോൾസ് ഓഫ് കാറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 1 മോൾ എക്സ് മോൾസ് ഓഫ് കാറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. 1 മോൾ ഓഫ് ദി ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസസ് വൈ മോൾസ് ഓഫ് ദി ബി മൈനസ്. അപ്പൊ എത്ര കോൺസെൻട്രേഷൻ എടുക്കുന്നോ, അതായത് ഇലക്ട്രോലൈറ്റ് എത്ര കോൺസെൻട്രേഷൻ എടുക്കുന്നോ അതിന്റെ എക്സ് ടൈംസ് എ പ്ലസും പ്രൊഡ്യൂസ് ചെയ്യും, അതിന്റെ വൈ ടൈംസ് ബി മൈനസും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ കോൺസെൻട്രേഷന്റെ എക്സ് ടൈംസ് ആണ് കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷന്റെ എക്സ് ടൈംസ് ആണ് കാറ്റോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആനയോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷന്റെ വൈ ടൈംസ് ആണ്. അതായത് കാറ്റോണിന്റെ കോൺസെൻട്രേഷൻ എം പ്ലസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എം മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ എക്സ് ടൈംസ് ആയിരിക്കും, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എം ആയിരിക്കും. അതുപോലെ തന്നെ ആനയോണിന്റെ കോൺസെൻട്രേഷൻ എം മൈനസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷന്റെ വൈ ടൈംസ് ആയിരിക്കും, ദാറ്റ് ഈസ് വൈ ഇൻറ്റു എം ആയിരിക്കും. എം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഇത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ആക്ടിവിറ്റി എ പ്ലസ് ഇസ് ഈക്വൽ ടു എം പ്ലസിന് പകരം എക്സ് ഇൻറ്റു എം. അപ്പൊ എക്സ് ഇൻറ്റു എം ഇൻറ്റു ഗാമ പ്ലസ് എം മൈനസിന് പകരം എം മൈനസ് ഇസ് ഈക്വൽ ടു എ മൈനസ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എം ഇൻറ്റു ഗാമ മൈനസ് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് വാല്യൂസും ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഇസ് ഈക്വൽ ടു ഈ ടേം റേസ് ടു എക്സ് ആണ്. അതായത് എക്സ് എം ഗാമ പ്ലസ് റേസ് ടു എക്സ് ഇൻറ്റു വൈ എം ഗാമ മൈനസ് റേസ് ടു വൈ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എം റേസ് ടു എക്സ് ഇൻറ്റു ഗാമ പ്ലസ് റേസ് ടു എക്സ് y raised to y into m raised to y into gamma minus raised to y. That is x raised to x into m raised to x into gamma plus raised to x. y raised to y into m raised to y into gamma minus raised to y. ഇനി ഇതിനകത്ത് x raised to x ഉം y raised to y ഉം ഒരുമിച്ച് എഴുതുക. That is x raised to x into y raised to y. ഇനി അടുത്തത് എം റേസ് ടു എക്സും എം റേസ് ടു വൈ ഉണ്ട്, ഒരേപോലെയുള്ള ടൈമാണ് എം. അതുകൊണ്ട് അതിന്റെ പവറുകൾ കൂട്ടി എഴുതാം. ദാറ്റ് ഈസ് എം റേസ് ടു എക്സ് പ്ലസ് വൈ. ഇനി ഗാമ പ്ലസ് റേസ് ടു എക്സ് ഉണ്ട്, ഗാമ പ്ലസ് റേസ് ടു എക്സ്, ഗാമ മൈനസ് റേസ് ടു വൈ. അപ്പൊ ഇവിടെ ഇത് കാറ്റോണിന്റെ ആക്ടിവിറ്റി, ആനോണിന്റെ ആക്ടിവിറ്റി. അപ്പോൾ ഒരു സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിന്റെയും സെപ്പറേറ്റ് ആക്ടിവിറ്റി എടുക്കുന്നതിന് പകരം അതിന്റെ മീൻ അയോണിക് ആക്ടിവിറ്റി ആയിരിക്കും എടുക്കുന്നത്. അതിനെ ഗാമ പ്ലസ് മൈനസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഇൻറ്റു എം റേസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഗാമ പ്ലസ് മൈനസ് റേസ് ടു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഇതായിരിക്കും ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഇൻറ്റു എം റേസ് ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു ഗാമ പ്ലസ് മൈനസ് റേസ് ടു എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഇനി ഇത് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് യൂണിവാലന്റ് ഇലക്ട്രോലൈറ്റ്. യൂണിവാലന്റ് ഇലക്ട്രോലൈറ്റ്, അതായത് അതിനകത്തുള്ള അയോൺസിന്റെ ചാർജ് ഒരുപോലെ ആയിരിക്കും. ദാറ്റ് ഈസ് NaCl KCl പോലെയുള്ള സൊല്യൂഷൻ, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അപ്പൊ NaCl ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Na പ്ലസും പ്ലസ് Cl മൈനസ് അയോൺസ് ആയിട്ട് മാറും. അപ്പൊ Na യുടെ കോയിഫിഷ്യന്റ് 1 ആണ്, Cl ന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. ദാറ്റ് ഈസ് x is equal to 1, y is equal to 1 ആണ്. അപ്പോൾ ആക്ടിവിറ്റി A is equal to ഈ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x raised to x, അപ്പൊ x ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ 1 raised to 1, y raised to y 1 raised to 1, m raised to x plus y, x ന്റെ വാല്യൂ 1, y യുടെ വാല്യൂ 1, അപ്പൊ 1 plus 1 2, gamma plus or minus raised to x plus y, that is 2, that is equal to
എം സ്ക്വയർ ഗാമ പ്ലസ് ഓർ മൈനസ് സ്ക്വയർ ആയിരിക്കും ഒരു യൂണിവാലന്റ് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് യൂണി ബൈവാലന്റ് ഇലക്ട്രോലൈറ്റ്. യൂണി ബൈവാലന്റ് ഇലക്ട്രോലൈറ്റ് എക്സാമ്പിൾ സിങ്ക് ക്ലോറൈഡ്. സിങ്ക് ക്ലോറൈഡ് പോലെയുള്ള ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ സിങ്ക് ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അത് സിങ്ക് 2+ പ്ലസ് 2Cl- അയോൺ ആയിട്ട് മാറും. അപ്പൊ ഇവിടെ സിങ്കിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, Clന്റെ കോയിഫിഷ്യന്റ് 2. അതായത് എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2 ആണ്. അപ്പൊ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് A is equal to x raised to x, that is 1 raised to 1, y raised to y, that is 2 raised to y 2, m raised to x plus y, m raised to 1 plus 2, gamma plus or minus 1 plus or minus raised to 1 plus 2, that is equal to 2 raised to 2 4 ആണ്. 4 m raised to 1 plus 2 ആണ്. അപ്പൊ m raised to 3, gamma plus or minus raised to 3 ആയിരിക്കും. ഇതാണ് ഒരു യൂണി ബൈവാലന്റ് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആക്ടിവിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ അറിയാമെങ്കിൽ ആക്ടിവിറ്റി കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കാം. ഇനി യൂണി ട്രൈവാലന്റ് ഇലക്ട്രോലൈറ്റ്. യൂണി ട്രൈവാലന്റ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ AlCl3. AlCl3 ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Al3+ പ്ലസ് 3Cl- അയോൺസ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ അലൂമിനിയത്തിന്റെ കോയിഫിഷ്യന്റ് ദാറ്റ് ഈസ് x is equal to 1 ആണ്, ക്ലോറിന്റെ കോയിഫിഷ്യന്റ് y is equal to 3 ആണ്. അപ്പൊ ആക്ടിവിറ്റി is equal to x raised to x, that is 1 raised to 1, y raised to y, that is 3 raised to 3, m raised to x plus y, 1 plus 3, gamma plus or minus 1 raised to 1 plus 3, that is equal to 3 raised to 3, that is 27 into m raised to 4, gamma plus or minus raised to 4. ഇതാണ് ഒരു യൂണി ട്രൈവാലന്റ് ഇലക്ട്രോലൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ 3 കേസുകളാണ് ഉള്ളത്. അപ്പൊ അടുത്തത് അയോണിക് സ്ട്രെങ്ത്. അപ്പൊ ഒരു സൊല്യൂഷന്റെ അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അയോൺസിന്റെ പ്രസൻസ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇന്റൻസിറ്റിയാണ്. അതായത് അയോണിക് സ്ട്രെങ്ത് ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ ഇന്റൻസിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അയോൺസ് ഇൻ ദ സൊല്യൂഷൻ. അതായത് കൂടുതൽ അയോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ കറണ്ട് കൂടുതലായിരിക്കും, അതായത് അല്ലെങ്കിൽ കണ്ടക്ടൻസ് കൂടുതലായിരിക്കും. ആ ഒരു അയോൺസിന്റെ എണ്ണം മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇന്റൻസിറ്റിയെ പറയുന്ന പേരാണ് അയോണിക് സ്ട്രെങ്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദി sum of the product of all the terms, half of the sum of the product of all the terms obtained by multiplying mobility of the ion, mobility of each ion with the square of its charge. അതായത് ഓരോ അയോണിന്റെയും മൊബിലിറ്റിയെ ചാർജിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം മൊബിലിറ്റിയെ എം എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. ചാർജിനെ Z എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഓരോ അയോണിന്റെയും മൊബിലിറ്റിയെ അതിന്റെ ചാർജിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ചാർജിന്റെ സ്ക്വയർ Z, അതിന്റെ സ്ക്വയർ Z². അപ്പൊ അതിന്റെ മൊബിലിറ്റി എം. അപ്പൊ ഏത് അയോണാണോ ആ അയോണിന്റെ മൊബിലിറ്റിയെ ആ അയോണിന്റെ ചാർജിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ എത്ര അയോൺസ് ഉണ്ടോ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ എല്ലാം കൂടെ സം എടുക്കുക. അപ്പൊ ഓരോ അയോൺസിന്റെയും മൊബിലിറ്റിയെ അതിന്റെ ചാർജിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
എന്നിട്ട് അതിന്റെ എല്ലാം കൂടെ സം എടുക്കുക, അതിന്റെ പകുതിയാണ് അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഹാഫ് ഓഫ് ദി സം ഓഫ് ഓൾ ദ പ്രോഡക്ട്സ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് mobility of each ion by square of its charge. That is I is equal to 1/2 into m1z1 square plus m2z2 square plus m3z3 square plus etc. ആയിരിക്കും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് അയോണിക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ KCl എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് K പ്ലസും പ്ലസ് Cl മൈനസ് അയോൺസ് ആണുള്ളത്. അപ്പൊ 2 അയോൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഈ 2 ടേംസേ വരത്തുള്ളൂ. ദാറ്റ് ഈസ് I is equal to 1/2 into m1z1 സ്ക്വയർ പ്ലസ് m2z2 സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് m1 എന്ന് പറയുന്നത് മൊബിലിറ്റി ഓഫ് K പ്ലസ്, z1 എന്ന് പറയുന്നത് ചാർജ് ഓഫ് K പ്ലസ്, ദാറ്റ് ഈസ് 1. മൊബിലിറ്റി ഓഫ് K പ്ലസ് ഇൻറ്റു 1 വരും. Cl മൈനസിന്റെ m2 എന്ന് പറയുന്നത് അതിന്റെ മൊബിലിറ്റി ഇൻറ്റു അതിന്റെ ചാർജ് 1ന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടുന്നതിന്റെ പകുതി എടുക്കുന്നതാണ് അയോണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്.